സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരേ, ശ്രീമന്നാരായണീയത്തിൽ കപിലോപദേശ സംഹിത പറഞ്ഞ ഏകദേശം അവസാനിപ്പിച്ച വരെ നമ്മൾ എത്തിച്ചേർന്നു. ഉപദേശം ഇനി അങ്ങോട്ട് ഉപസംഹരിക്കുക മാത്രമേ വേണ്ടൂ. രണ്ട് മാർഗത്തെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഒന്നിൽ കൂടെ പുനരാവൃത്തി ഉണ്ടാവുന്നു, മറ്റൊരു കൂടെ പുനരാവൃത്തി ഉണ്ടാവുന്നില്ല. പരാഭക്തിയുള്ളവർക്ക് പുനരാവൃത്തി ഇല്ല, അപരാഭക്തിയുള്ളവർക്ക് പുനരാവൃത്തി ഉണ്ടാവും. പ്രപഞ്ചത്തിലത്തെ കാര്യങ്ങൾ കാക്ഷിച്ചുകൊണ്ടുള്ള ഈശ്വര ഭജനവും മാർഗവുമാണ്. അപ്പോൾ പിതൃലോകമായാലും വേറൊന്നായാലും അങ്ങനെയൊക്കെ സങ്കല്പിക്കുമ്പോൾ അവർക്ക് പുനർജന്മം ഉണ്ടെന്ന് വരും, അല്ലാത്തവർക്ക് ഇതൊന്നും ഇല്ല. അങ്ങനെ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ പല ജീവൻ അവിടെ എത്താനൊരു വർഷം എടുക്കുന്നു. ആ ഒരു വർഷത്തെ നരകദുഃഖങ്ങൾ കുറയ്ക്കാനാണ് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അതിപ്പോൾ അങ്ങനെയാണെങ്കിലും ഒരു വർഷം മാത്രമേ ഇതൊക്കെ വേണ്ടൂ. എന്തായാലും ഈ പ്രപഞ്ചത്തിനെ വിട്ട് ഒരിക്കലും പുനർജന്മം ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഭക്തിയാണ് വേണ്ടത് എന്നാണ് എല്ലാറ്റിൻ്റെയും ചുരുക്കം. ഇനി ഉപസംഹാരമാണ്. ഇത് സുവിദിത വേദ്യാം ദേവഹേ ദേവകൂതീം കൃതനുതിമനുഗൃഹ്യ തങ്കദോ യോഗി സംഘേ വിമലമതിരഥാസോ ഭക്തിയോഗേന മുക്ത തമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീശ്യാം. ഇപ്രകാരം ദേവഹൂതിക്ക് നല്ല പോലെ ഉപദേശം നൽകിയിട്ട് സുവിദിത വേദ്യാം, അറിയേണ്ടത് സുവിദിതം അറിയേണ്ടത്. ഏറ്റവും ഒരു മനുഷ്യൻ അറിയേണ്ടത് എന്താണ്? തൻ്റെ ജീവൻ്റെ പ്രയാണം എവിടുന്ന് വന്നു, എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകുന്നത്, അതിലിടയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇതറിയാത്തവൻ വേറെ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. അതാണ് സുവിദിത വേദ്യ. അറിയേണ്ടത് അറിഞ്ഞു എന്നർത്ഥം. ജ്ഞാനം ജ്ഞേയം ച കേശവാന്ന് ഗീതയിൽ. ഏതാണ് അറിയേണ്ടത് വെച്ചാൽ അതെനിക്ക് പറഞ്ഞു തരണം. ഏതാണ് അറിയേണ്ടത്? ജന്മജന്മാന്തരങ്ങളിൽ നമ്മളിവിടെ വന്നു, ഇനിയും ജന്മങ്ങൾ എടുക്കുന്നുണ്ട്, അതെടുക്കാതിരിക്കാനുള്ള മാർഗ്ഗം എന്താണ് അറിയണം. എന്നാൽ അറിയേണ്ടത് അറിഞ്ഞു എന്നർത്ഥം. അത്രയേ ഉള്ളൂ, വളരെ വ്യക്തമാണ്. അപ്പോൾ സുവിദിത വേദ്യം, അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ദേവഹൂതിയും കൃതനുതി അനുഗൃഹ്യ, അങ്ങ് ദേവഹൂതിയെ അനുഗ്രഹിച്ചു. തങ്കദോ യോഗി സംഘേഹി, ഇവിടെ തന്നെ നിൽക്കല്ലല്ലോ ഭഗവാന്. യോഗി സംഘങ്ങളുടെ ഇടയിലേക്ക് ഈ നാട് വിട്ടുപോയി. അമ്മയെ അറിയിക്കേണ്ടത് അറിയിച്ചു. തൻ്റെ ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ട് അതാണ്. ദേവഹൂതിക്ക് ആത്മജ്ഞാനോപദേശം അത് കഴിഞ്ഞു. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. വിമലമതിരഥാസോ ഭക്തിയോഗേന മുക്ത. വിമലമതിയായിരിക്കുന്ന ആ ദേവഹൂതി ഭക്തിയോഗം കൊണ്ട് മോക്ഷം പ്രാപിച്ചു. പിന്നെ അവിടെ ഇനി വേറൊരു കർമ്മം ചെയ്യാനില്ല. ത്വമപി ജനഹിതാർത്ഥം വർത്തത്തെ പ്രാഗുദീച്യാം. പ്രാഗ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, ഉദീജി എന്ന് പറഞ്ഞാൽ അത് വടക്ക് കിഴക്കേ മുക്കിൽ, രണ്ടും കൂടി ചേരുമ്പോൾ പ്രാഗുദീച്യാം, വടക്ക് കിഴക്ക് ദിശ എന്നർത്ഥം. പ്രാഗുദീച്യാം, അവിടെ കപിലാശ്രമം എന്ന സ്ഥാനത്ത് നിൽക്കുന്നു. സംഭരിക്കുമ്പോൾ പറയും സാ കർത്തമസ്യ ദൈതാ കില ദേവഹൂത്യ. ഇവിടെ ആരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഭഗവാനാണ് വക്താവ്. അതിലും മീതൊരു വക്താവ് ഇനി ഉണ്ടാവാനില്ല. കേട്ടതോ ദേവഹൂത്യ കപില, അതായത് കർദമസ്യ ദൈത. കർദമൻ്റെ പത്നി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളൊന്നും കർദമൻ്റെ പത്നി ആവില്ല. അത്രയധികം ആത്മജ്ഞാനിയാണ് കർദമൻ. ഏവം നിശമ്യ കപിലസ്യ വശോ ജനിത്രീ. ഈ ദേവഹൂതിക്ക് ഒരു സ്ഥാനം കൂടി ഉണ്ട്. കർദമൻ്റെ പത്നി എന്ന് മാത്രമല്ല, കപിലസ്യ ജനിത്രീ. ആരുടെ അമ്മയാ? ഭഗവാന്റെ അമ്മയാണ്. ഏതെങ്കിലും ഒരാളെ പ്രസവിച്ചു എന്നല്ലോ. അപ്പോൾ രണ്ട് യോഗ്യത. കർദമസ്യദൈത ജനയിത്രി, അങ്ങയുടെ മാതാവും കർദമൻ്റെ പത്നിയും ആയാൽ സാധാരണ ഒരു സ്ത്രീക്ക് ആ സ്ഥാനം കിട്ടുമോ?
അതാണ് പറഞ്ഞത്. ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ സാ കർദ്ദമസ്യ ദൈത കില ദേവഹൂതി. അതുകൊണ്ട് എന്താ, ആത്മജ്ഞാനത്തെ പ്രാപിച്ചു. അങ്ങനെ ആ യഥാർത്ഥ രീതിയിൽ എത്തിച്ചേരേണ്ട ദിക്കിൽ എത്തിച്ചേർന്നു, അറിയേണ്ടത് അറിയുകയും ചെയ്തു. ഇസ്ത്രത്തമോഹപടലോതമപി പ്രണമ്യ, എല്ലാ മോഹപടലങ്ങളും പോയി, അജ്ഞാനം നീങ്ങി, സംശയം നീങ്ങിയവളായിട്ട് കപിലവാസുദേവനെ നമസ്കരിച്ചു. അതാണ് ഇതി സുവിദിത വേദ്യാം ദേവകേ ദേവകൂതിം കൃതനുതിമനുഗൃഹ്യത്വംഗതോ യോഗി സംഗൈ വിമലമജരഥാസോ ഭക്തിയോഗേന മുക്ത തമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. വടക്ക് കിഴക്ക് തെക്കിലെ കപിലാശ്രമത്തിൽ അല്ലയോ ഗുരുവായൂരപ്പ, ആത്മജ്ഞാനം ഇനിയും വേണ്ടവർക്ക് അത് നൽകിക്കൊണ്ട് അവിടെ തന്നെ വസിക്കുന്നു. ഇനി അവസാന ശ്ലോകമാണ്, 10ാമത്തെ ശ്ലോകം. പരമ കിമു ബഹൂക്ത്യാ ത്വത്പദാംബോജ ഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദതി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ പുരുപവനപുരേശ ത്വയ്യുപാദൽസ്വഭക്തിം. ഹേ പരമാ എന്ന് വിളിക്കുകയാണ്. അങ്ങേക്കാൾ അപ്പുറത്തേക്ക് ഒരാളില്ലല്ലോ സർവേശ്വര. എന്തിനാണ് അധികം പറയുന്നത്? കിമു ബഹൂക്തിയ, അധികമൊന്നും പറയേണ്ട കാര്യമില്ല, വേണ്ടതാണ് പറയാലോ. ത്വത്പദാംബോജ ഭക്തിയും, ആ പാദാംബുജത്തിലുള്ളതായിരിക്കുന്ന ഭക്തി ഏതൊരാൾക്കുണ്ടോ ആ ഭക്തിയുടെ പ്രത്യേകത. ആ ഭക്തിക്ക് എന്താണ് പ്രത്യേകത? സകല ഭയവിനേത്രിയും, എല്ലാ ഭയങ്ങളും ഇല്ലാതാക്കും, സർവഭയങ്ങളും ഇല്ലാണ്ടാക്കും. ഭയം എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ മരണഭയം, മരണഭയം. എന്താണ് ഈ മരണഭയം? മരണഭയം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഭയമല്ല. അത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ ലോകം വിട്ടു പോകണം എന്ന ദുഃഖമല്ലേ നമ്മൾ മരണഭയം എന്ന് പറയുന്നത്. അപ്പം ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിയെന്നല്ല, ശരിക്കും അവിടെ മടി, പ്രപഞ്ചത്തെ വിട്ടു പോകാനുള്ള മടിയാണ് മരണഭയമായിട്ട് വരുന്നത് പലർക്കും. മരണത്തെ ഇപ്പോൾ ഭയക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കാനൊന്നുമില്ല, അത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കണു. എങ്ങനെയോ ജനിച്ചു വന്നില്ലേ, അപ്പോൾ അത് അടുത്ത ഘട്ടത്തിലേക്ക് ആവും. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, അതങ്ങനെ പോവും. പക്ഷേ അത് എല്ലാവർക്കും ഭയമായിട്ട് മാറുന്നത് ഈശ്വര ഈ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഖമായിട്ടൊന്നും അല്ല ഇരിക്കണത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. എന്തൊക്കെ ദുഃഖങ്ങളും പ്രാരബ്ധങ്ങളും വഹിച്ചുകൊണ്ട് ഓരോരുത്തർ നടക്കണം, എന്നാലും വിചാരിക്കുകയാണ് എനിക്ക് സുഖമാണ്. ഈ ശരീരബന്ധം, പ്രപഞ്ചബന്ധം, തൻ്റെ കുടുംബം, ഈ ലോകത്തിലുള്ള സംഗതി, ഇത് തന്നെയാണ് സത്യം. ഇതിലുള്ള ആ രൂഢഭാവം മനസ്സിൽ വരുമ്പോൾ ഇതൊക്കെ വിട്ടുപോണ്ടേ എന്ന ദുഃഖമാണ് ശരിക്കും മരണഭയം. അപ്പം അങ്ങനത്തെ ഭയങ്ങളും പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം പലതുണ്ട്. സംസാര ഭയം എന്ന് പറയുന്നത് അത് ദാരിദ്ര്യമാവാം, രോഗമാവാം, കുടുംബത്തിലുള്ള സൗഖ്യത്തെക്കുറിച്ചാവാം, പല കാര്യങ്ങൾ, മക്കൾ നേരെയോ ആ കാര്യത്തെക്കുറിച്ചാവാം, വീടില്ലാത്തവർക്ക് വീടുണ്ടാവാം, ആ ദുഃഖമാവാം, ഒക്കെ സകല ഭയമാണ്. പക്ഷെ ഇതൊന്നും ഭക്തനെ ബാധിക്കണില്ല. അവനറിയാം എങ്ങനെ താനാവണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചോ അങ്ങനെ അവനാവും. അല്ലാതെ തോണി കിടന്ന് പാഞ്ഞിട്ടോ കടന്ന് പരിഭ്രമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് സ്ഥിരമല്ല, എന്തൊക്കെ ഇല്ലെങ്കിലും അതും സ്ഥിരമല്ല. ഇല്ലായ്മയും സ്ഥിരമല്ല, ഉള്ളതും സ്ഥിരമല്ല. രണ്ടും ഒരുപോലെയാണ്. ഇവിടുന്ന് പോയാൽ പിന്നെ ഒക്കെ ഒരുപോലെയാണ്. വല്ല വ്യത്യാസമുണ്ടോ? പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, ധനവാനാവട്ടെ, ആരോഗ്യവാനാവട്ടെ, രോഗിയാവട്ടെ, ശ്വാസം നിലച്ചാൽ പിന്നെ ഒക്കെ ഒന്നാണ്. ആ വ്യത്യാസം പിന്നെ നിൽക്കുന്നില്ല. അതുവരെ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഭയം നീങ്ങും. ഒന്നിനെക്കുറിച്ചും അവൻ ചിന്താകുലനാവണില്ല. സകല ഭയവിനേത്രിയും, ഭക്തി കൊണ്ട് അവിടേക്ക് എത്താമെന്നർത്ഥം. സകല ഭയവിനേത്രിയും സർവകാമോപനേത്രിയും, എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ അർഹതയുണ്ടെങ്കിൽ സാധിപ്പിച്ചു തരും, അല്ലെങ്കിൽ അർഹത ഇല്ല എന്നാണ് അർത്ഥം. അപ്പം അതോർത്ത് സമാധാനിക്കാം. അതിന് വേണ്ടി മെനക്കെട്ടിട്ട് കാര്യമില്ലല്ലോ. അർഹതയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ ഭജിച്ചാൽ സാധിപ്പിച്ചു തരും. അല്ലാത്ത ഒരിക്കലോട്ട് നടക്കാനും പോണില്ല. അങ്ങനെ സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നതാണ് ഭക്തി. വേണ്ടതൊക്കെ നമുക്ക് തരുന്നതാണ് ഭക്തി. വദസി ഖലു ദൃഢം ത്വം, അല്ലയോ ഗുരുവായൂരപ്പ ഇതങ്ങ് വ്യക്തമായിട്ടും ദൃഢമായിട്ടും പറയുന്നു. അതുകൊണ്ട് എൻ്റെ രോഗത്തെ മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കണം. തത് വിധൂയ ആമയാൻമേ, ആമയാൻ എന്ന് പറഞ്ഞ രോഗങ്ങളെ, പ്ലൂരലാണ്, രോഗങ്ങളെ വിധൂയ ഇല്ലാതാക്കിയാലും.
എന്നിട്ടോ എന്തിനാണ് ലോകസുഖം അനുഭവിക്കാനല്ല കേട്ടോ എനിക്ക് ആരോഗ്യം വേണ്ടത്, പിന്നെ എന്തിനാ ഗുരുഭവനപുരേശ തൊയ്യുവാദത്സഭക്തി, എണീക്കാനും കുളിക്കാനും നാമം ജപിക്കാനും ആരോഗ്യം വേണ്ടേ? ഗുരുവായൂരപ്പ അത് വയ്യാണ്ടായാൽ പിന്നെ എന്തായാലും ഈ ലോകത്തിൽ ജീവിച്ചിട്ടൊരു കാര്യമുണ്ടോ? അതുകൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് എന്തായാലും ശരീരം വിടുക, ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയെ ഉപാസിക്കാനുള്ള ആരോഗ്യം എനിക്ക് തരണം. എണീക്കാനും കുളിക്കാനും ഇരിക്കാനും നാമം ജപിക്കാനുമുള്ള കഴിവ് എനിക്ക് എപ്പോഴും മരണം വരെ തരയണമേ. തൊയ്യുപാദസ്വഭക്തിം കല്യതാം മമ ഗുരുഷ്വതാവതിം കല്യതേ ഭവതുപാസനം നെയ. അങ്ങേ ഭജിക്കാനുള്ള ആരോഗ്യമെങ്കിലും എനിക്ക് വേണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. വദസി ഖലു ദൃഢം തം തദ്വിദൂയാമയന്മേ ഗുരുപവനപുരേശ തൊയ്യുവാദത്സഭക്തിം. 2 ശ്ലോകമാണ്. ഇതി സുവിദിതവേദ്യാം ദേവകേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വങ്കദോ യോഗി സംഘേ വിമലമജരഥാർഷോ ഭക്തിയോഗേന മുക്ത തമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. അറിയേണ്ട കാര്യങ്ങൾ ദേവഹൂതിയെ അറിയിച്ചിട്ട് ആ ദേവഹൂതിയെ അനുഗ്രഹിച്ച യോഗി സംഘത്തിൻ്റെ കൂടെ സർവേശ്വര അങ്ങ് പോയി വിമലമായിരിക്കുന്ന ജ്ഞാനം പ്രാപിച്ചു. ഭക്തിയോഗം കൊണ്ട് ദേവഹൂതി മുക്തയാവുകയും ചെയ്തു. അങ്ങോ ജനഹിതാർത്ഥം, ജനങ്ങളുടെ ആ ഹിതത്തിനായിക്കൊണ്ട് പ്രാഗുതീച്ചാം, വടക്ക് കിഴക്കേ ഭാഗം എപ്പോഴും ജ്ഞാനത്തിൻ്റെ ദിശയാണ് എന്നാണ്. നമ്മൾ ഈ ആത്മീയ അനുഷ്ഠാനം ചെയ്യുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കണം. വടക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും സുഖം അതാണ്. കാരണം പിന്നെ അതിൽ മാറ്റം വരുത്തണ്ട. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ അത് 12 മണി ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത്. പിന്നെ സൂര്യൻ പടിഞ്ഞാറാണ് പ്രാധാന്യം. അപ്പോൾ ഉച്ച വരെ അണച്ചാൽ കിഴക്കോട്ടാവാവൂ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കണം. ഇത് മാറ്റം വരും കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ. എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് ശരിയല്ല. സന്ധ്യയ്ക്ക് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കരുത്. ഉച്ചയ്ക്ക് മുമ്പെയോ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. പക്ഷെ വടക്കോട്ടാണെങ്കിൽ ഇത് ആവശ്യമില്ല. എപ്പോഴും ആവാം വടക്കോട്ട് തിരിഞ്ഞിരിക്കാം. സന്ധ്യയ്ക്കും ആവാം, രാവിലെ ആവാം. അപ്പോൾ എപ്പോഴും നമ്മൾ നാമം ജപിക്കുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് സൗകര്യമാവുക. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പ്രശ്നമില്ല. ഉച്ച കഴിഞ്ഞാൽ പടിഞ്ഞാട്ടാവണം. ആ മാറ്റം ഇങ്ങനെ വരണം. സമയം നോക്കിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. വടക്കോട്ടാവുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ ദൈവങ്ങളെ നമുക്ക് തെക്കോട്ട് തിരിച്ച് വെച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ തെക്കോട്ട് തിരിയരുത് എന്നാണ് ശാസ്ത്രം. ദൈവങ്ങളെ തെക്കോട്ട് തിരിഞ്ഞാൽ നമുക്ക് വടക്കോട്ട് തിരിഞ്ഞിരിക്കുക. അഭിമുഖം ആവുമ്പോൾ ദൈവങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഇല്ല. അത് നമ്മൾ തെറ്റിദ്ധാരണയാണ്. അയ്യോ തെക്കോട്ട് തിരിച്ച് വയ്ക്കാവോ? ദൈവങ്ങളെ തെക്കോട്ട് തിരിച്ച് വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ തെക്കോട്ട് തിരിയുമ്പോൾ പ്രശ്നമുണ്ട്. നമ്മുടെ എനർജി, നമ്മൾ ആത്മീയ സാധനയ്ക്ക് കുറവ് വരും. നമ്മൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ദൈവങ്ങളെ തെക്കോട്ട് വയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് വാസ്തുശാസ്ത്രജ്ഞന്മാർ പലരും പറയണമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവങ്ങളെ തെക്കോട്ട് വീട്ടിൽ തിരിച്ചു വയ്ക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ തെക്കോട്ട് തിരിയരുത്. ഈ ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറയുന്നത് തെക്കോട്ട് അധികം പതിവില്ല. എന്നാലും ചില ക്ഷേത്രങ്ങളുണ്ട്. ചെനക്കത്തൂർ തെക്കോട്ടല്ലേ പ്രതിഷ്ഠ. അത് ചിലതേ പാടൂ. അത് ക്ഷേത്രമാണ്. ക്ഷേത്രം ആയതുകൊണ്ട് അത് വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിൽ വെക്കണ സങ്കല്പം ക്ഷേത്രത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ക്ഷേത്രങ്ങൾ തെക്കോട്ട് അത്ര ഉത്തമമല്ല. വീട്ടിൽ നമ്മളൊരു കൃഷ്ണനെയോ വിഗ്രഹമോ തെക്കോട്ട് തിരിച്ചു വെച്ചു എന്നുള്ളതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ തെക്കോട്ട് തിരിയരുത്. അപ്പോൾ എന്തായാലും പ്രാഗുദീച്യാം എന്നുള്ള ആ ഒരു അതാണ് പറയണത്. അവിടെയാണ് കപിലാശ്രമം. വടക്ക് കിഴക്കേ ആ കോർണറിലാണ് കപിലാശ്രമം. പരമകിം ബഹൂക്ത്യാ തത്പദാംബോജ ഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിദൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദസ്വഭക്തിം. അങ്ങയുടെ ഭക്തി എല്ലാ ഭയത്തെ ഇല്ലാണ്ടാക്കുന്നതും സർവ്വ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നതും ആയിട്ട് അങ്ങ് എപ്പോഴും പറയുന്നു. അതുകൊണ്ട് ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങൾ തീർത്ത് തരയണമേ. എൻ്റെ രോഗങ്ങൾ തീർത്ത് അങ്ങയെ ഭജിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരയണമേ പ്രാർത്ഥിച്ചുകൊണ്ട് 15-ാം ദശകം അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.